വളരെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. നെടുങ്കണ്ടം കമ്പം വഴി നേരെ ചിന്നമാനൂരിലേക്ക്. ഈ പോകുന്ന വഴി മൊത്തവും തേയിലത്തോട്ടങ്ങളാൽ സമൃദ്ധമാണ്. നമ്മൾ പോകുന്നതും തേയിലത്തോട്ടങ്ങളാൽ സമൃദ്ധമായ ഒരു നാട്ടിലേക്കാണ്. കുറേ പേർക്കെങ്കിലും ഇൻസ്റ്റഗ്രാം റീലുകൾ വഴിയും യൂട്യൂബ് ഷോർട്സ് വഴിയും യൂട്യൂബ് വീഡിയോ വഴിയും പരിചിതമായിട്ടുള്ള തമിഴ്നാട്ടിലെ മേഘമലയിലേക്കാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത്. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരു യാത്രയാണ് നമ്മുടെ പ്ലാൻ. നമ്മളെന്ന് പറയുമ്പോൾ ലോ കോളേജിലെ പഴയ KSUക്കാരായ സുഹൃത്തുക്കൾ നദീമും നിശാന്തും വിജിനും പിന്നെ ഞാനും. ഞങ്ങളുടെ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നതിൽ വഴിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങി കഴിക്കാതെ നമ്മൾ മുമ്പോട്ട് പോവില്ല. എന്ത് വഴിയിൽ കണ്ടാലും അത് ടേസ്റ്റ് ചെയ്യും. അത് നമ്മുടെ വയറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമോ എന്നൊന്നും ചിന്തിക്കത്തില്ല കേട്ടോ. തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വഴിയോര കച്ചവടങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുകയും നമ്മൾ ചെയ്യും കേട്ടോ. ചിന്നമാനൂർ എത്തിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ റോഡിൻ്റെ ഇരുവശവും തണൽമരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന കാറ്റാടിപ്പാടങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ മുമ്പിൽ കാണുന്ന ആ മലയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. മേഘമലയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഇനി പ്രകൃതി നമുക്കായി എന്തെല്ലാം വിഭവങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാനുള്ളത്. നമ്മൾ അങ്ങനെ ഹെയർപിൻ വളവുകൾ കയറാൻ തുടങ്ങി. നമ്മൾ കയറുന്ന സമയത്ത് ഉച്ചനേരമായതുകൊണ്ട് തന്നെ വെയിലായിരുന്നു. ഉച്ചയ്ക്ക് മാത്രമേ ഇവിടെ കയറാൻ പറ്റൂ. കാര്യം വൈകുന്നേരം മുമ്പ് തിരിച്ചിറങ്ങണമെന്നാണ് ഇവർ പറയുന്നത്. കാനനപാതയിലൂടെയുള്ള യാത്രയാണ് പിന്നീട് നമ്മൾ നടത്തിയത്. അങ്ങനെ ഹെയർപിൻ വളവെല്ലാം കടന്ന് നമ്മളിതാ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനവിടെ എത്തി. ഇത് താഴ്ഭാഗമായതേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് പോകുമ്പോഴാണ് മേഘമലയിലേക്ക് എത്തുന്നത്. മേഘമലയായാലും മൂന്നാറായാലും ബോണക്കാടായാലും തൊഴിലാളികളുടെ ജീവിതം കഷ്ടത നിറഞ്ഞതാണ് എപ്പോഴും. അവരിവിടെ പാവപ്പെട്ടവരായിട്ട് ജനിക്കുന്നു, പാവപ്പെട്ടവരായി വളരുന്നു, ഇവിടുത്തെ തൊഴിലിടങ്ങളിൽ തൊഴിൽ തേടുന്നു, പാവപ്പെട്ടവരായിട്ട് തന്നെ മരിക്കുന്നു. ആരും ജീവിതത്തിൽ രക്ഷപ്പെടുന്നതായിട്ട് അറിയാൻ പറ്റില്ല. ഞങ്ങളിവിടെ നിന്ന് വ്യൂ പോയിന്റിലേക്ക് പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ വണ്ടിയുടെ ഡ്രൈവർ വളരെ ചെറുപ്പകാലത്ത് 13ാമത്തെ വയസ്സിൽ ഡ്രൈവിങ്ങിലേക്ക് ഇറങ്ങിയതാണത്രേ. ഇതാണ് ഹൈവേസ് പഞ്ചായത്തിൻ്റെ ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിച്ചത്. ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതി മനോഹരമായ സ്ഥലത്തിൻ്റെ പേര് ഹൈവേസ് എന്നേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതിന് മേഘമല എന്ന് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ വിളിക്കുന്ന പേരാണ്. മനോഹരമായ ഒരു തടാകവും തടാകത്തിന് ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളുമാണ് ഇവിടുത്തെ ഭംഗി. ഹൈവേ ഗസ്റ്റ് ഹൗസ് മാത്രമാണ് ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യം. നമ്മൾ ആദ്യമേ വിളിച്ച് ബുക്ക് ചെയ്ത് പറഞ്ഞിട്ടാണ് വന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഭക്ഷണം കിട്ടുന്ന സ്ഥാപനങ്ങളും വളരെ കുറവാണ്. ആകെ ചെറിയ ഒരു ചായക്കടയാണുള്ളത്. നിശാന്ത് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം അവിടെയുള്ള റൂം വെക്കേറ്റ് ആവാൻ സമയമെടുക്കും. അതുകൊണ്ട് നമ്മളോടൊന്ന് പോയി കറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മേഘമലയുടെ സൗന്ദര്യം എക്സ്പ്ലോർ ചെയ്യുകയാണ്. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിന്ന് നല്ല ഫ്രെയിമിൽ ധാരാളം ഫോട്ടോകൾ നമുക്ക് എടുക്കാൻ പറ്റി. ഇവിടെ വീണ്ടും തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. ലയവും തേയിലത്തോട്ടവും തടാകവും എല്ലാം ചേരുമ്പോഴത്തേക്ക് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു സൗന്ദര്യ ലഹരിയാണ് ഈ മേഘമല എന്ന് പറയുന്നത്. കുറച്ച് മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ നിന്ന് നമ്മളെ ജീപ്പിൽ ട്രക്കിങ്ങിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അതും അവർക്കൊരു ഉപജീവന മാർഗമാണ് കേട്ടോ. തേയില കൊണ്ടുപോകാൻ പോകുന്ന ട്രാക്ടറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പ്രകൃതി വരവറിയിച്ചിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇവർക്കിവിടെ സ്വന്തമായിട്ട് ഡിസ്പെൻസറിയും പോസ്റ്റ് ഓഫീസും എല്ലാം ഉണ്ട്. നിശാന്ത് നല്ലൊരു ഗായകൻ കൂടിയാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിശാന്തിൻ്റെ പാട്ടും കേട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ യാത്ര എന്ത് മനോഹരമായിട്ടാണ് മാറുന്നത്. ഇവിടെ 1120 റൂമും 1680 റൂമും അവൈലബിൾ ആണ് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനും അത്യാവശ്യ സ്പേസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കിട്ടിയത് 8ാം നമ്പർ മുറിയാണ്. മുറിയും തരക്കേടില്ലായിരുന്നു. ഇതുപോലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഇങ്ങനെ ഒരു റൂം കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് കരുതുന്നു. കുറേ പ്രൈവറ്റ് വില്ലകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊന്നും തന്നെ ഇതുപോലെ തടാകത്തിന് അരികിലായിട്ട് വരുന്നതല്ല. എല്ലാം കുറച്ച് മാറിയാണ്. ഇതാണ് യഥാർത്ഥ വ്യൂ പോയിന്റ്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് താമസിക്കാൻ പറ്റും. ഇതിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് ഇവിടുത്തെ പഞ്ചായത്താണ്. നമ്മൾ വിളിച്ചു പറഞ്ഞ് നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് ബുക്കിങ്ങിനും റൂമിനും ഒന്നും യാതൊരു പ്രശ്നവും വന്നില്ല. ഇത് കണ്ടില്ലേ നിങ്ങളുടെ മുന്നിൽ തന്നെ ആ കാഴ്ച? തടാകം നമ്മുടെ അടുത്ത് തന്നെ കാണാം. തടാകത്തിലൊന്നും ഇറങ്ങിക്കളയരുത് കേട്ടോ. അപകടം നിറഞ്ഞ തടാകമാണ്. കൊടൈക്കനാലിലെ ലേക്ക് പോലെ ഇതിൻ്റെ ചുറ്റും കുറച്ച് കെട്ടിയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി വളർത്തിയെടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടുത്തെ ഗവൺമെൻറ് അതിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരെയും കൂടെ അതിനോടൊപ്പം കൂട്ടുചേർത്ത് നിർത്തിയാൽ മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടികളെല്ലാം അവസാനിച്ച് ഇനി 2ാം ദിവസത്തിലേക്ക്.
രണ്ടാം ദിവസം നമ്മൾ രാവിലെ തന്നെ വ്യൂ പോയിൻ്റ് കാണാനുള്ള യാത്രയിലാണ്. ഇന്നലെ നമ്മൾ സഞ്ചരിച്ച വഴികളിലൂടെ തന്നെയാണ് ഇന്നും നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു ജീപ്പിൽ കയറിയാണ് യാത്ര തുടങ്ങിയത്. ജീപ്പിലൂടെയുള്ള യാത്ര, ഈ റോഡെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. പൊളിഞ്ഞ റോഡിലൂടെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ്, നമ്മൾ കുടജാത്രയിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ രീതിയിലുള്ളൊരു യാത്രയാണ് ഇവിടെയും നടന്നത്. നമ്മുടെ വണ്ടി വേണമെങ്കിൽ പോകാം, പക്ഷെ വണ്ടിയുടെ അടിഭാഗമൊക്കെ തട്ടി മൊത്തത്തിൽ കുളമാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലോക്കൽ ജീപ്പ് തന്നെയാണ് നമ്മളും വിളിച്ചത്. തേയിലക്കാടുകൾക്കിടയിലൂടെ പൊളിഞ്ഞ റോഡിലൂടെ ഒരു സാഹസിക യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യനായകനായ ജയ്ഫീം സിനിമയുടെ ചായക്കടയും ടെലിഫോൺ പിത്തും വരുന്ന രംഗം ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ഡ്രൈവർ പറയുന്നത്. ഇവിടുത്തെ വഴികളിലൂടെ ജീപ്പ് യാത്ര വളരെ രസകരവും മനോഹരവുമായിരുന്നു. ജീപ്പിൻ്റെ മുന്നിൽ ക്യാമറയുമായി ഇരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കാഴ്ചകൾ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റി. റോഡിൻ്റെ സൈഡിൽ എന്തൊക്കെയോ പണികൾ നടത്താനുള്ള പരിപാടികളുണ്ട്. റോഡ് പണിയാണോ എന്നറിയില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ തേയിലച്ചെടികളെല്ലാം ഏതാണ്ട് വയസ്സായ അവസ്ഥയിലാണ്. ഇനി ഇവയെല്ലാം വെട്ടി നിരത്തും. അതിനുശേഷം പുതിയ തേയില കൃഷി ഇവിടെ ആരംഭിക്കും. അപ്പോൾ കുറച്ചു നാളത്തേക്ക് ഈ ഭാഗത്ത് തേയിലകൾ കാണില്ല എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇതാണ് ഇളം തേയിലകൾ. ഇവിടുത്തെ തേയിലയിൽ നിന്നാണ് നമ്മൾ ചായയും മറ്റുമൊക്കെ കുടിക്കുന്ന ഇളം തേയിലകൾ വരുന്നത്. തേയിലയെക്കുറിച്ച് നിങ്ങളോട് കൂടുതൽ പറയണ്ടല്ലോ. ഈ റോഡ് ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കുണ്ടും കുഴിയും ചാടിയാണ് ജീപ്പ് പോകുന്നത്. പക്ഷേ എവിടെ നോക്കിയാലും മനോഹരമായ ഫ്രെയിമുകൾ. ഇതൊക്കെ നമ്മുടെ വണ്ടിയിൽ വന്നാൽ കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ ആസ്വദിക്കാൻ പറ്റൂ എന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ മഹാരാജാമേട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടാക്സിയുടെ ഫെയറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ചെങ്കുത്തായ സ്ഥലങ്ങളിലോട്ട് നമ്മൾ ട്രക്ക് ചെയ്ത് വേണം കയറാൻ. ഇപ്പോൾ മഞ്ഞ് കുറവായതുകൊണ്ട് തന്നെ വഴിയൊക്കെ ക്ലിയർ ആയിരുന്നു. നമ്മൾ അങ്ങനെ പയ്യെ നടന്ന് മുകളിലേക്ക് പോയി. ജീപ്പ് ഡ്രൈവർ താഴെ കാത്തു നിൽക്കാമെന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വഴിയിൽ കിട്ടിയ ഒരു സുഹൃത്തിനോടൊപ്പമാണ് മുകളിലേക്ക് പോയത്. കുറച്ചുകൂടെ രാവിലെ നമ്മൾ ഇറങ്ങി ഇവിടെ എത്തിയിരുന്നെങ്കിൽ ക്ലൗഡ് ബെഡൊക്കെ കാണാമായിരുന്നു എന്നാണ് കിട്ടിയ വിവരം. കാട്ടുപോത്തുകളുടെ വിഹാര കേന്ദ്രമാണ് ഇത് എന്ന് പറഞ്ഞു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എങ്കിലും കാട്ടുപോത്തിൻ്റെ ചാണകം, നല്ല വലിയ ചാണകം ഇവിടെ കാണാൻ പറ്റി. അപ്പോഴേ മനസ്സിലായി കാട്ടുപോത്തുണ്ടെന്ന്. അപ്പുറത്തെ ഭാഗത്ത് ദൂരെ ഒരു കാട്ടുപോത്തിനെ കണ്ടു. എങ്കിലും നമ്മുടെ ക്യാമറയിൽ അത് സൂം ചെയ്യാൻ വലിയ പാടായിരുന്നു. എങ്കിലും ചെറിയ രീതിയിൽ കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരു പൊന്മുടി വൈബാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. ക്ലൗഡ് ബെഡ് കാണാൻ പറ്റിയില്ലെങ്കിലും പൊന്മുടി വൈബിലുള്ള തണുപ്പൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇവിടുന്ന് താഴോട്ടൊക്കെ ധാരാളം സ്ഥലങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോയി എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ്. കേരളം വിട്ടിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണാറുള്ള വിഗ്രഹാരാധനയൊക്കെ ഇവിടെ പലയിടത്തുമുണ്ട്. അവിടെയൊക്കെ കയറി ഒന്ന് കണ്ടതിന് ശേഷം പയ്യെ നമ്മൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരികെ പോവുകയാണ്. ബൈ ബൈ മഹാരാജാമേട്. ഇവിടുന്ന് തേക്കടിയിലേക്ക് 87 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ജീപ്പ് ഡ്രൈവർ അവിടെ അടുത്ത് കണ്ട ചായക്കടയിലേക്ക് നിർത്തി. ഡ്രൈവറുടെ വീട് ഇവിടെ താഴെയാണ് എന്ന് നമ്മളോട് പറഞ്ഞു. പിന്നെ പണ്ട് പുലി വന്നപ്പോഴുള്ള ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചു. അങ്ങനെ പയ്യെ നമ്മൾ ആ യാത്ര അവസാനിച്ച് തിരികെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. മനോഹരമായ തേയിലക്കാടുകൾക്ക് നടുവിലൂടെയുള്ള മേഘമല യാത്ര എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തവണ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡെസ്റ്റിനേഷനാണ്. സ്റ്റേ ചെയ്യാൻ കോൺടാക്റ്റ് ചെയ്യേണ്ടുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.